നമ്മൾ ഇന്ന് രണ്ടാമത്തെ ടീമിന്റെ അനാലിസിസുമായാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ഒരു പുതിയ സീരീസ് തുടങ്ങിയിരുന്നു. വേൾഡ് കപ്പിൽ ഓരോ ടീമിന്റെ സ്ക്വാഡ് ഡെപ്തും അവരുടെ ലൈനപ്പും എങ്ങനെയായിരിക്കുമെന്നൊക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഇന്നലെ വീഡിയോ തുടങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന്. ഇന്നലെ നമ്മൾ ഫ്രാൻസിനെയാണ് ഒന്നാമത്തെ വീഡിയോയിൽ ചെയ്തതെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലണ്ടിനെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇംഗ്ലണ്ടിന്റെ കോച്ച് ആരാണെന്നുള്ള കാര്യം ആർക്കും സംശയമില്ല. തോമസ് തുഷേലാണ്. നമുക്കെല്ലാവർക്കും അറിയാം മുൻ PSG കോച്ചൊക്കെ ആയിരുന്നു താരം. അതുപോലെ നല്ലൊരു റെക്കോർഡുള്ള കോച്ചാണ്, എക്സ്പീരിയൻസ്ഡ് കോച്ചാണ്. കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ട് ലൈനപ്പിൽ. പല ആൾക്കാരും എടുത്തില്ല. ഹാരി മെഗ്ഗിയർ പോലത്തെ വമ്പൻ താരങ്ങൾ, ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ് പോലത്തെ താരങ്ങൾ, ഇവർക്കൊക്കെ സ്ഥാനം നഷ്ടമായിരുന്നു. കോൾ പാമർ, ഇവർക്കൊക്കെ നഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ വിവാദങ്ങൾ ഉണ്ട് ഇംഗ്ലണ്ട് ടീമിന്റെ സെലക്ഷനിൽ. അപ്പൊ അങ്ങനെ ഇരിക്കെ പുള്ളി എന്നാലും എടുത്തിരിക്കുന്ന 26 അംഗ സ്ക്വാഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു സ്ക്വാഡാണ്. ഹെവി ടീമാണ്. നമുക്ക് ആ ലൈനപ്പ് ഒക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം. 26 അംഗ സ്ക്വാഡിൽ ഓരോ പൊസിഷനിലേക്ക് താരം എടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നാണ് കൂടുതൽ താരങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ഇംഗ്ലണ്ടിലെ ലീഗാണ്. അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അങ്ങനെ വന്നിരിക്കുന്നത്. അതിമനോഹരമായ അറ്റാക്കിംഗ് സൂപ്പർ മിഡുമാണ് അവർ കരുത്ത്. ഡിഫൻസിനേക്കാളും കരുത്ത് എഴുതിയത് അതാണ്. അപ്പൊ നമുക്ക് ഓരോ പൊസിഷനായിട്ട് നോക്കിയാലോ. ആദ്യം തന്നെ ഗോൾ കീപ്പേഴ്സിന്റെ പൊസിഷൻ നോക്കുമ്പോൾ നമുക്കറിയാം സ്ഥിരമായി അവരെ ഗോൾ വില കാക്കുന്നത് വേറെ ആരുമല്ല, പിക്ഫോർഡ്, ജെറാൾഡ് പിക്ഫോർഡ് ആണ്. പിന്നെയുള്ളത് ഹെൻഡേഴ്സൺ ആണ് സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ ട്രഫോർഡ് ആണ്. അപ്പൊ പിക്ഫോർഡ് തന്നെ ആയിരിക്കും ഫസ്റ്റ് ഗോൾ കീപ്പർ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. കാരണം പിക്ഫോർഡ് എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണെന്നും അതുപോലെ നമുക്കറിയാം എവർട്ടന്റെ ഗോളിയാണ് ജെറാൾഡ് പിക്ഫോർഡ്. അപ്പോൾ പിക്ഫോർഡ് എത്ര കൊല്ലങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് താരത്തിന്. ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനും തുഷേലിനും വേണ്ടത്. അപ്പൊ അത് അവിടെ നിന്ന് കിട്ടുന്നുള്ള ഉറപ്പാണ്. നെവർ ഡൗട്ട്. സെക്കൻഡ് ഹെൻഡേഴ്സൺ ഉണ്ട്, അതുകൊണ്ട് ലിവർപൂളിന്റെ. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. എങ്ങനെ പോയാലും ഗോൾ കീപ്പർ മേഖല ടോപ്പാണ്. നമുക്ക് ഇനി നോക്കേണ്ടത് റൈറ്റ് ബാക്ക് പൊസിഷനാണ്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ റീസ് ജെയിംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചെൽസിയുടെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴും ക്യാപ്റ്റൻ തന്നെയാണ്. ഇടയ്ക്ക് പരിക്കൊക്കെ വലിച്ചിരുന്നത്. പക്ഷെ റീസ് ജെയിംസ് എക്സ്പീരിയൻസ്ഡ് റൈറ്റ് ബാക്ക് ആണ്. താരം മിന്നൽ വേഗത്തിൽ മുന്നോട്ട് പോയി കുതിക്കാൻ കഴിവുള്ള ഒരു താരമാണ്. അസിസ്റ്റ് നൽകാനും ക്രോസ് നൽകാനും സ്പെഷ്യലി ടാലന്റഡ് ആയ ഒരു പ്ലെയർ ആണ്. താരത്തിന് സബായിട്ട് ടിനോ ലിവറമെന്റോ എന്നൊരു പ്ലെയർ കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ താരത്തിന് ഇറങ്ങാൻ ചാൻസ് ഉണ്ടാവില്ല. കാരണം 90 മിനിറ്റ്സ് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെൽസിയിൽ 90 മിനിറ്റ്സ് എപ്പോഴും കളിക്കുന്നതാണ് റീസ് ജെയിംസ്. അപ്പോൾ പിന്നെ ഒരു സബിന്റെ ആവശ്യം വരില്ല. ഇനി പരിക്ക് പറ്റിയാൽ മാത്രം സബിന്റെ ആവശ്യം വരും. ഇനി ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നോക്കിയ രണ്ട് താരങ്ങളാണ്. ഒന്ന് നിക്കോ ഒറൈലി. നമുക്ക് എല്ലാവർക്കും അറിയാം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ന്യൂ സൈനിങ്സ് ആയിരുന്നു. മികച്ചൊരു യുവ താരമാണ്. നമുക്കറിയാം താരത്തിന്റെ സ്പീഡാണ് ഏറ്റവും ഇന്റലിജന്റ്. അതുപോലെ വിങ്ങി കൂടെ അറ്റാക്ക് ചെയ്ത് കുതിച്ചു കയറുന്ന ഒരു സിസ്റ്റാണ് താരത്തിന്റെ. നല്ലൊരു ഡ്രിബിളിംഗ് സ്കില്ലുള്ള ഒരു പ്ലെയർ ആണ്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി സീസണിൽ അതിമനോഹരമായ പ്രകടനം കാഴ്ചവെച്ചൊരു പ്ലെയർ കൂടിയാണ്. അപ്പൊ താരം ഫസ്റ്റ് ലെവലിൽ കൺഫേംഡ് ആണ്. താരത്തിന് സബായിട്ട് മാത്രമാണ് സ്പേൺസിന് ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക് ഓപ്ഷൻസ്. ഇനി സെൻട്രൽ ബാക്ക് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെൻട്രൽ ബാക്ക് ഓപ്ഷൻ എന്തായാലും എസ്രി കോൺസെ. ആ താരത്തിന് എന്തായാലും എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. പിന്നെ ജോൺ സ്റ്റോൺസ് ഉണ്ട് അവൈലബിൾ ആയിട്ട്. പിന്നെ കാൻസോ. ഈ മൂന്ന് ഓപ്ഷൻസ് ആണ് ഇപ്പോ എന്താ പറയുക തുഷയിൽ കണ്ടുവച്ചിരിക്കുന്നത് സെൻട്രൽ ബാക്കിന്. ഒപ്പം രണ്ട് താരങ്ങളും കൂടി അവൈലബിൾ ആണ്. ഒന്ന് മാർക്ക് ഗുയേഹി. താരം മികച്ച ഫോമിലാണ് ഈ സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താരത്തിന് എന്തായാലും ഫസ്റ്റിലുള്ള സ്ഥാനം നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു പൊസിഷനാണ് താരത്തിന്. അതുപോലെ തന്നെ ഡാൻ ബേൺ. നമുക്കറിയാം ബേൺസ് ന്യൂ കാസിലൊക്കെ ക്യാപ്റ്റൻ ആയിരുന്നു. ഗിമറസിന് ക്യാപ്റ്റൻ പരിക്ക് പറ്റിയപ്പോൾ ക്യാപ്റ്റൻസി ബേൺസ് ആണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അടിപൊളി സെന്റർ ബാക്കാണ്. ഹൈറ്റ് കൊണ്ടും ഹെഡും എയർ ബോളൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാനുള്ള ഒരു ടാലന്റ് ഉള്ള താരമാണ്. അപ്പോൾ ഇത്ര അധികം ഓപ്ഷൻസ് തുഷേലിന് മുന്നിലുണ്ട്. ആരെ രണ്ടുപേരെ ഇറക്കും എന്നതായിരിക്കും സംശയം. എക്സ്പീരിയൻസ് വെച്ചോക്കാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ടുപേരെ തന്നെയാണ് ഇറക്കേണ്ടത്. പക്ഷെ പറയാൻ പറ്റില്ല. നമുക്ക് തുഷേലായതുകൊണ്ട് പല വെറൈറ്റി ചിന്തിക്കുന്ന ഒരാളാണ്. ഇന്റലിജന്റ് കോച്ചാണ്. പല ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കാം. ഇനി ഡിഫൻസീവ് മിഡ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഡെക്ലറൻ റൈസ്. അർസനലിന്റെ വിജയത്തിൽ കിരീടത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചൊരു പ്ലെയറാണ് ഡെക്ലറൻ റൈസ്. താരം ഉണ്ടെങ്കിൽ പന്തിനെ മുന്നോട്ടും പിന്നോട്ടും ഡിഫൻസിനെ സഹായിക്കാനും അറ്റാക്കിനെ സഹായിക്കാനും ഒരേപോലെ കഴിവുള്ള താരം. താരം എന്തായാലും ഫസ്റ്റ് ലെവലിൽ കൺഫേംഡ് ആണ് ഇംഗ്ലണ്ടിന്റെ. താരത്തിന് സബായിട്ടാണ് കോബി മൈനൂനെ വെച്ചിരിക്കുന്നത്. താരത്തിന് ഇറങ്ങാൻ ചാൻസ് കുറവാണ്. കാരണം ഡെക്ലർ റൈസ് ഉള്ളിടത്തോളം വേറൊരു പ്ലെയർ അവിടെ നമുക്ക് ഓപ്ഷനില്ല. 90 മിനിറ്റ്സ് ഓടി കളിക്കുന്ന ഒരു പ്ലെയറാണ് ഡെക്ലർ റൈസ്. പിന്നെ മിഡിലുള്ളത് ആൻഡേഴ്സണും ഹെൻഡേഴ്സണും ആണ്. രണ്ടുപേരും മികച്ച ഫോമിലാണ് ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരിറക്കുമെന്നുള്ളത് സെൻട്രൽ മിഡിൽ സംശയകരമായ കാര്യമാണ്. എന്തായാലും തുഷേല് തീരുമാനിക്കട്ടെ ആരിറക്കുമെന്ന്. നമുക്ക് പ്രവചിക്കാനുള്ള പറ്റില്ല. എനിക്ക് തോന്നുന്നത് ആൻഡേഴ്സൺ ആണ് കൂടുതൽ ചാൻസ് എന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയാ, ഇത്ര അധികം മിഡ്ഫീൽഡേഴ്സിന് കൂടുതൽ എന്താ പറയാ സപ്പോർട്ട് നൽകുന്ന ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് 3 പേര് അവൈലബിൾ ആണ്.
ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അറ്റാക്കിംഗ് മിഡ് നമ്പർ 10 റോളിൽ കളിക്കാൻ പറ്റുന്ന 3 സൂപ്പർ താരങ്ങൾ. ഒന്ന് ജൂഡ് ബെല്ലിംഗാം, കൺഫേംഡ് ഫസ്റ്റിലുള്ള താരമാണ്. റയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരം. ഈ സീസണിലെ മിന്നും ഫോമിലാണ് ജൂഡ് ബെല്ലിംഗാം ഉള്ളത്. അപ്പൊ ബെല്ലിംഗാമിന് എന്തായാലും ഫസ്റ്റ് ലെവലിൽ ഇംഗ്ലണ്ട് ടീമിൽ സ്ഥാനം ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് ഒരു ഓപ്ഷൻ മോർഗൻ റോഗേഴ്സ് ആണ്. നമുക്കറിയാം റോഗേഴ്സും മികച്ച ഫോമിലാണ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഉറപ്പാണ് റോഗേഴ്സിനേക്കാളും ഒരു പിടി മുന്നിൽ എന്തായാലും ബെല്ലിംഗാമിന് തന്നെയാണ് എക്സ്പീരിയൻസ് കൊണ്ട് കോച്ച് സ്ഥാനം കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, എമറേറ്റേനെ എസെ, ആർസനലിന്റെ മിന്നും താരം. ടോട്ടനത്തിനെതിരെയൊക്കെ ഹാട്രിക്ക് നേടിയ താരമാണ്. അപ്പൊ താരം മികച്ച ഫോമിലാണ്, കിരീടം നേടിക്കൊണ്ടാണ് വരുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ. താരത്തിനെ ഒഴിവാക്കാൻ പറ്റില്ല. ഇതാണ് തുഷേലിനെ തലവേദന എടുക്കാൻ പോണത്. ആരൊക്കെ ഫസ്റ്റ് ഇറക്കും. സൂപ്പർ സബ് എന്തായാലും ടോപ്പാണ് ഇംഗ്ലണ്ടിന്റെ എന്നുള്ള കാര്യം കൺഫേം ആയി. 3 അറ്റാക്കിംഗ് ടോപ്പ് മിഡ്ഫീൽഡേഴ്സ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫോർവേഡ് നോക്കാം. ആദ്യം തന്നെ റൈറ്റ് വിങ് നോക്കിയാൽ ബുക്കോയ സാക്ക, നോനി മധുവയ്ക്ക്, രണ്ടുപേരും ആർസനൽ സൂപ്പർ പ്ലേയേഴ്സ് ആണ്. ആർസനലിൽ അങ്ങനെയാണ്, ഒന്നെങ്കിൽ മധുവയ്ക്ക ഫസ്റ്റ് ലെവലിൽ ഉണ്ടെങ്കിൽ സാക്ക സബായിട്ട് വരും, സാക്ക ഫസ്റ്റ് ലെവലിൽ ഉണ്ടെങ്കിൽ മധുവയ്ക്ക സെക്കൻഡ് സബായിട്ട് സെക്കൻഡ് ഹാഫിൽ വരും. അപ്പൊ ആ കോമ്പൈൻ ഇവിടെ സുഖമായിട്ട് പരീക്ഷിക്കാം. ആ വിങ്ങിൽ ഒരു സംശയമില്ല. എന്തായാലും ഫസ്റ്റ് ലെവലിൽ സാക്ക തന്നെ വരാൻ പോണുള്ളൂ, സബായിട്ട് മധുവയ്ക്ക വരാൻ ചാൻസ് ഉണ്ട്. അവിടെ തുഷേലിന് ഡൗട്ടുകളൊന്നുമില്ല. ക്ലിയർ ആൻഡ് കട്ട് പിക്ചറാണ് റൈറ്റ് വിങ്. ഇനി ലെഫ്റ്റ് വിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മാർക്കസ് റാഷ്ഫോർഡ്. ബാഴ്സലോണയ്ക്ക് വേണ്ടി ഈ സീസണിൽ മിന്നും പ്രകടനമാണ് താരം കാഴ്ചവെച്ചിരിക്കുന്നത്. ഒപ്പം ആന്റണി ഗോർഡൻ, ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ഗോർഡൻ, ബാഴ്സലോണ സൈൻ ചെയ്യാൻ പോകാന്നൊക്കെ ഒരു അഭ്യൂഹം വരുന്നുണ്ട്. ലോകകപ്പിന് മുമ്പേനായിട്ട് സൈനിങ് നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല, പേഴ്സണൽ ഡീലിങ്സ് ഒക്കെ കഴിഞ്ഞു എന്നാണ് ഇപ്പൊ നമുക്ക് ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞ അറിവ്. നമുക്കറിയില്ല. എനിവേ, ഇത്ര 2 ലെഫ്റ്റ് വിംഗേഴ്സ്, ഇതാണ് വിംഗേഴ്സ് ആണ് ഇംഗ്ലണ്ടിന്റെ ശക്തി. റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും നോ ഡൗട്ട് ഓരോരുത്തർക്കും കൃത്യമായി സബ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. അപ്പൊ വിങ്ങിൽ കൂടെയുള്ള മികച്ച മുന്നേറ്റങ്ങൾ നമുക്ക് ഈ സീസണിൽ ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് ഫോർവേഡ് ലൈനപ്പ് നോക്കാം. 1 ആൻഡ് ഓൺലി ഹാരി കെയ്ൻ, അവര് ക്യാപ്റ്റൻ, ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ, നമ്പർ 9 സ്ട്രൈക്കർ. ഏറ്റവും മികച്ച ഗോൾ വർഷം ബയർ മ്യൂണിക്കിന് വേണ്ടി ഈ വർഷം നേടിയ ഒരു താരമാണ് ഹാരി കെയ്ൻ. ഹാരി കെയ്നുള്ളിടത്തോളം കാലം ഗോളിന് ക്ഷാമം ഉണ്ടാവില്ല ഇംഗ്ലണ്ടിന്. ഒന്ന് പാസ് എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. മികച്ച ഫിനിഷിംഗ് ഉള്ള ഒരു പ്ലെയറാണ് ഹാരി കെയ്ൻ. അപ്പൊ ആ കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. ഇനി ഹാരി കെയ്ൻ സബായിട്ടായിരിക്കില്ലേ നമുക്ക് നോക്കണം. 2 പ്ലേയേഴ്സ് ഉണ്ട്. ഒന്ന് വാറ്റ്കിൻസ് ആണ്. നമുക്കറിയാം വാറ്റ്കിൻസും പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. വാറ്റ്കിൻസ് എന്തായാലും സെക്കൻഡ് ഹാഫിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒപ്പം തന്നെ ഇവാൻ ടോണി. അപ്പൊ ഈ 2 താരങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ള നമ്പർ 9 സ്ട്രൈക്കിംഗ് പൊസിഷനിലുള്ളത്. ഹാരി കെയ്ൻ എന്തായാലും 90 മിനിറ്റ്സ് കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി എങ്ങനെ സംഭവമാണെങ്കിൽ തന്നെ വാറ്റ്കിൻസിന്റെ പോലത്തെ മികച്ച ഒരുപിടി താരങ്ങൾ, ആസ്റ്റൺ വില്ലയുടെ താരങ്ങളും ഒക്കെ താരങ്ങൾ ബാക്കി ബെഞ്ചിൽ ഇരിപ്പുണ്ട്. ബെഞ്ച് സ്ട്രെങ്ത് ആണ് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഈ സീസണിൽ. പിന്നെ യുവത്വവും എക്സ്പീരിയൻസും കൂടി കലർന്ന ഒരു ലൈനപ്പ് ഇറക്കാനാണ് സാധ്യത. പിന്നെ നമുക്കറിയാം തോമസ് തുഷേൽ ക്രൂക്കഡ് കോച്ചാണ്, ഭയങ്കര ഇന്റലിജന്റ് കോച്ചാണ്. അങ്ങനെ വലിയ പ്രശസ്തി പേരൊന്നുമില്ലെങ്കിൽ താരം ഓരോ കളിക്കും സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇറക്കണം കണ്ടാലേ നമുക്ക് വ്യക്തമായ ഗെയിം പ്ലാനോട് കൂടിയായിരിക്കും താരം ലോകകപ്പിന് എത്തുക. പിന്നെ ഇംഗ്ലണ്ട് മികച്ച ഫോമിലാണ് ഇപ്പൊ കളിക്കുന്നത് എന്നും കൂടി നമ്മൾ ആലോചിക്കണം. മികച്ച ഒരുപിടി താരങ്ങളെ താരം പുറത്തിരുത്തിയെന്നതൊന്നും ഒരു വിഷയമല്ല താരത്തിന്. കാരണം താരം പറഞ്ഞേക്കണം, എനിക്ക് വേണ്ടത് എന്റെ സർക്കിളിൽ കളിക്കുന്ന പ്ലേയേഴ്സിനാണ്, എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സിനാണ്. അപ്പൊ നമുക്ക് നോക്കാം ഈ സീസണിൽ ഇംഗ്ലണ്ട് എവിടെ വരെ പോകുമെന്ന്.